Page number 2. Some celestial bodies do not have their own heat and light. They are lit by the light of the stars. Such bodies are called planets. The word planet comes from the Greek word planete, which means wanderers. The earth on which we live is a planet. It gets all its heat and light from the sun, which is our nearest star. If we look at the earth from a great distance, say the moon, it will appear to be shining just as the moon. Okay, നമ്മൾ പറഞ്ഞു സ്റ്റാർസ് എന്താന്ന് പറഞ്ഞു അല്ലേ? സ്റ്റാർസ് എന്താന്ന് നമ്മൾ പറഞ്ഞത്? Some celestial bodies are very big and hot. അല്ലേ? They are made up of gases. They have their own heat and light. These are known as stars. But planets എന്ന് പറയുന്നത് എന്താണെന്നറിയോ? Some celestial bodies do not have their own heat and light. Planets എന്തില്ല? Do not have their own heat and light. Planets do not have their own heat and light. They are lit by the light of stars. എന്തുകൊണ്ടാണ് അത് പ്രകാശിക്കുന്നത്? പ്ലാനറ്റ്സ് പ്രകാശിക്കുന്നത് ലിറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർസിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. മനസ്സിലായോ? Some celestial bodies do not have their own heat and light. They are lit by the light of stars. Such bodies are known as planets. Got it? Okay. അപ്പം ഇത്രയാണ് വ്യത്യാസം നോക്കുക. സ്റ്റാർസിന് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഉണ്ട്, പക്ഷേ പ്ലാനറ്റ്സിന് എന്തില്ല? ഹീറ്റ് ആൻഡ് ലൈറ്റ് ഇല്ല. Stars have their own heat and light. Planets do not have their own heat and light. വ്യത്യാസം മനസ്സിലായോ? സ്വന്തമായി പ്രകാശവും ചൂടും ഒക്കെ ഉള്ള ഒന്നാണ് ഇത് സ്റ്റാർസ്. പക്ഷെ പ്ലാനറ്റ്സിന് സ്വന്തമായി ചൂടോ ലൈറ്റോ പ്രകാശമോ ഒന്നുമില്ല. പക്ഷെ അത് പ്രകാശിക്കുന്നത് നമ്മുടെ സ്റ്റാർസിന്റെ ഹെൽപ്പ് കൊണ്ടാണ്, സ്റ്റാർസിന്റെ ലൈറ്റ് കൊണ്ടാണ്. ഓക്കെ, യെസ്. Then word planet comes from the Greek word planete. The word planet is derived from the Greek word planete. Planete which means wanderers. Got it? Yes. The earth on which we live is a planet. നമ്മൾ ജീവിക്കുന്ന earth എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണ് അല്ലേ? ഒരു പ്ലാനറ്റായ എർത്തിലാണ് നമ്മൾ താമസിക്കുന്നത് അല്ലേ? The earth on which we live is a planet. ഇപ്പൊ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക. Some celestial bodies do not have their own heat and light. They are lit by the light of stars. These celestial bodies are known as planets. Got it? മനസ്സിലായല്ലോ? എന്താ മോനെ എഡ്വിനെ? വാണ്ടറേഴ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. വാണ്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു നടക്കാന്നാണ്. വാണ്ടറേഴ്സ് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവര്. വാണ്ടേഴ്സ് പറഞ്ഞാൽ അലഞ്ഞു നടക്കുക, വാണ്ടറിങ് ചെയ്യുന്നവര്, അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നവരെയാണ് വാണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ സോളാർ സിസ്റ്റം. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാർസ് ആൻഡ് പ്ലാനറ്റ്സ്? എന്താ വ്യത്യാസം? സ്റ്റാർസ് have their own heat and light. It is too big. It is too big and hot. They are made up of gases. But planets do not have their own heat and light. They are lit by the light of stars. This is the difference between planet and stars. Got it? Okay. Next one, solar system. എന്താ സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാല്? The sun, 8 planets, satellites, some other celestial bodies known as asteroids, meteoroids form a solar system. The solar system എന്ന് പറഞ്ഞാല് sun, 8 planets, satellites, then other celestial bodies such as asteroids, meteoroids. These are including in a solar system. മുഹമ്മദ് ഇത്രയും നേരം എവിടെ പോയതാടാ? ക്ലാസ് തുടങ്ങിയിട്ട് എത്ര മിനിറ്റ് ആയി? 7 മിനിറ്റ് ആയല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ പേജ് നമ്പർ 2, സെക്കൻഡ് പേജ് നമ്പർ 2. ജോഗ്രഫി.
ഓക്കെ, ഇപ്പൊ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് സൂര്യനും പിന്നെ 8 പ്ലാനറ്റ്സും അതിന്റെ സാറ്റലൈറ്റ്സും അതുപോലെ അസ്ട്രോയിഡും മെറ്ററോയിഡ്സും ഒക്കെ ചേർന്നതാണ് ഇത് സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം. മനസ്സിലായോ? സൺ, 8 planets, satellites, and some other asteroids such as asteroids and meteoroids, including in a solar system. ഇതൊക്കെ കൂടി ചേർന്നാണ് സോളാർ സിസ്റ്റം. ഓക്കെ, ഫസ്റ്റ് വൺ ദ സൺ. സൺ എന്ന് പറഞ്ഞാൽ എന്താ? മ്യൂട്ടായി പോകുന്നത് ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, എനിവേ നമ്മൾ പറഞ്ഞത് സോളാർ സിസ്റ്റം ആണ്. സോളാർ സിസ്റ്റം മനസ്സിലായല്ലോ? സണ്ണും 8 പ്ലാനറ്റ്സും അതിന്റെ സാറ്റലൈറ്റ്സും അതുപോലെ അസ്ട്രോയിഡ്സും മെറ്ററോയിഡ്സും എല്ലാം കൂടെ കൂടിച്ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? സോളാർ സിസ്റ്റം എന്ന് പറയാ. മനസ്സിലായോ? സൺ, 8 planets, satellites, asteroids, meteoroids, etc. are including in the solar system. Etc. form a solar system. Got it? മനസ്സിലായോ? എന്താ അസ്ട്രോയിഡ് എന്ന് പറഞ്ഞാല്? അസ്ട്രോയിഡ് എന്ന് പറഞ്ഞാൽ വാൽനക്ഷത്രങ്ങള്. മെറ്ററോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? മെറ്ററോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഉൽക്ക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ സോളാർ സിസ്റ്റത്തിലെ ആദ്യത്തെ നമുക്ക് നോക്കാം. ദ സൺ, സൂര്യൻ. The sun is in the center of the solar system. Sun is in the center of the solar system. It is huge and made up of extremely hot gases. It provides the pulling force that binds the solar system. The sun is the ultimate source of heat and light for the solar system. But that tremendous heat is not felt so much by us because despite being our nearest star, it is far away from us. The sun is about 150 million kilometers away from the earth. എന്താ പറഞ്ഞേ? സോളാർ സിസ്റ്റത്തിലെ സൺ ഈസ് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് പറയുന്നത് എന്താണ്? സൂര്യനാണ്, അല്ലെ? സൺ ഈസ് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം ആൻഡ് the sun is very huge. Sun is very huge and made up of extremely hot gases. സൂര്യൻ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഹോട്ട് ഗ്യാസസ്. It provides the pulling force and binds the solar system. പിന്നെ the sun is the ultimate source of heat and light. So ഇത്രയേ ഉള്ളൂ. ഇത്രയും മനസ്സിലാക്കുക. സൂര്യൻ സോളാർ സിസ്റ്റത്തിലെ മെയിൻ അല്ലെങ്കിൽ സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ സൂര്യനാണ്. പിന്നെന്താ? It is huge. സൂര്യൻ എന്ന് പറയുന്നത് വലുതാ. It is huge and made up of extremely hot gases. It provides the pulling force that binds the solar system. Okay? Then ഒന്നും കൂടി ഉണ്ട് നോക്ക്. It is far away from us. നമ്മളിൽ നിന്ന് ഒരുപാട് അകലെയാണ് സൂര്യൻ. എത്രയുണ്ട്? 150 million kilometers away from the earth. ഭൂമിയിൽ നിന്ന് 150 million kilometers ദൂരെയാണ് ഇതുള്ളത്, സൂര്യനുള്ളത്. അപ്പൊ സൂര്യനെ കുറിച്ച് ഇത്രയും മാത്രം ഓർമ്മിച്ച് വെക്കുക. സൺ ഈസ് ദ സെന്റർ ഓഫ് ദ സോളാർ സിസ്റ്റം. ഇറ്റ് ഈസ് ഹ്യൂജ് ആൻഡ് മേഡ് അപ്പ് ഓഫ് എക്സ്ട്രീംലി ഹോട്ട് ഗ്യാസസ്. പിന്നെന്താ ഓർമ്മിക്കേണ്ടത്? സൺ ഈസ് വെരി ഫാർ ഫ്രം അസ്. ഇറ്റ് ഈസ് അബൌട്ട് 150 million kilometers away from us. ഓക്കെ,
150 മില്യൺ കിലോമീറ്റർ അവേ ആണ് നമ്മളിൽ നിന്ന് അത്രയും ഭൂമിയിൽ നിന്ന് അത്രയും ദൂരത്തിലാണ് എന്തുള്ളത് സൂര്യൻ ഉള്ളത്. അപ്പൊ അതിന്റെ ശക്തി വെയിലൊക്കെ വരുമ്പോ അത്രയും ചൂട് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വിചാരിച്ച് നോക്കി അതിന്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമോ മക്കളെ? ഇത്രയും ദൂരം നിന്നിട്ട് നമുക്ക് ഇത്രയും ചൂട് ഫീൽ ചെയ്യുന്നു. അപ്പൊ 150 മില്യൺ കിലോമീറ്റർ ദൂരെ നിന്നിട്ട് തന്നെ നമുക്ക് ഇത്രയും ചൂടാണ്. അപ്പൊ അതിന്റെ ഏരിയയിലേക്ക് ഒന്ന് വിചാരിച്ചു നോക്കിയാട്ടെ നമുക്ക് എന്ത് മാത്രം ഹോട്ടായിരിക്കും അല്ലേ? ചിന്തിക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല. സെക്കൻഡ് വൺ, സോളാർ സിസ്റ്റത്തിൽ അടുത്തതാണ് ഇത് പ്ലാനറ്റ്സ്. Then previous class, I mean 5th class, you have learned about planets. There are 8 planets in the solar system, isn't it? പഠിച്ചില്ലേ? Yes. There are 8 planets in the solar system in order to their distance from sun. സൂര്യനിൽ നിന്ന് അതിന്റെ അകലം അനുസരിച്ച് അതിന് ഈ ഓർഡറിൽ പറയാം. ഏതൊക്കെയാ? മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. There are 8 planets in the solar system according to distance from sun. They are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. 8 planets ഉണ്ട് സോളാർ സിസ്റ്റത്തില്. സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ഈ ഓർഡറിലാണ് അതുള്ളത്. ആദ്യം മെർക്കുറി അല്ലെ, അതിനുശേഷം വീനസ്, അതിനുശേഷം എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഓക്കെ, ഇനി ഇത് പഠിക്കാൻ ഒരു ഈസി വേ താഴെ പറയുന്നുണ്ട്. കണ്ടോ നിങ്ങള്? അത് പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പമുള്ള ഒരു വഴി താഴെ പറഞ്ഞിട്ട് MVEMJSUN. SUN സൺ ഓർമ്മിക്കുക ലാസ്റ്റ്. മുകളിൽ എന്താ? മൈ, ആ വാക്ക് ഇങ്ങനെയാണ് പറയുന്നത്, മൈ വെരി എഫിഷ്യന്റ് മദർ ജസ്റ്റ് സെർവ്ഡ് അസ് നട്ട്സ്. ആ ഒരു വാക്ക് സെന്റൻസ് നിങ്ങൾ മറക്കാതിരുന്നാൽ മതി. My very efficient mother just served us nuts. അപ്പം മൈന്റെ M, വെരിയുടെ V, efficient E, then mother M, then just J, served S, U, us, N, nuts. ആ ഒരു MVEMJSUN ഈ ഓർഡറിൽ പഠിക്കാം കേട്ടോ. അപ്പൊ അത് നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് പാരഗ്രാഫ്. All the 8 planets of the solar system move around the sun in fixed paths. These paths are elongated. They are called orbits. Mercury is nearest to the sun. It takes only about 88 days to complete one round along its orbit. Venus is considered as Earth's twin because its size and shape are very much similar to that of the Earth. There are 8 planets in the solar system. There are 8 planets in the solar system. Earth we live on a planet. Then, if 8 planets സഞ്ചരിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഫിക്സഡ് പാത്തിലാണ് അത് സഞ്ചരിക്കുക. ഫിക്സഡ് വഴി അതിന് സഞ്ചരിക്കണമെങ്കിൽ ഒരു ഫിക്സഡ് പാത്ത് ഉണ്ട്. ആ ഫിക്സഡ് പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്സ്. All the 8 planets of the solar system move around the sun in a fixed path. That fixed path is known as orbits. അപ്പൊ ഓരോ പ്ലാനറ്റും സഞ്ചരിക്കുന്ന ഫിക്സഡ് പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്സ്. Can you see the orbits in this picture? ഓർബിറ്റ് കണ്ടോ? യുറാനസിന്റെ ഓർബിറ്റ്, ദെൻ ഓരോന്നിന്റെ കണ്ടില്ലേ ഓർബിറ്റ്സ്? ഓക്കെ, മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ ഓർബിറ്റ്സ് എന്ന് പറയാം. അപ്പൊ എന്താ ഓർബിറ്റ്സ് എന്ന് മക്കൾക്ക് മനസ്സിലായോ? പ്ലാനറ്റ്സ് സഞ്ചരിക്കുന്ന വഴികള്, പ്ലാനറ്റ്സ് പോകുന്ന ഫിക്സഡ് പാത്ത്. ആ പാത്ത് ഒരിക്കലും മാറില്ല കേട്ടോ, അത് ഫിക്സഡ് ആണ്. ആ ഫിക്സഡ് പാത്തിന് പറയുന്ന പേരാണ് ഓർബിറ്റ്സ്. ഇനി സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന പ്ലാനറ്റ് ഏതാ? നമ്മൾ ഓർഡറിൽ പറഞ്ഞല്ലോ, ഏതാ ഏറ്റവും അടുത്ത്? മെർക്കുറി. മെർക്കുറി ഈസ് നിയറസ്റ്റ് ടു ദ സൺ. ഏറ്റവും അടുത്തുള്ള മെർക്കുറിക്ക് അതിന്റെ
എന്താ പറയാ റൗണ്ട് ഓർബിറ്റില് സൂര്യനെ ഒന്ന് റൗണ്ട് ചെയ്യണമെങ്കിൽ 88 ദിവസം വേണം. മനസ്സിലായോ? ഓരോന്നും കൂട്ടിമുട്ടൊന്നുമില്ല കേട്ടോ, ഓരോന്നിനും വേറെ വേറെ ഫിക്സഡ് പാത്താണ്. അപ്പൊ മെർക്കുറി സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മെർക്കുറി സൂര്യനെ ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്യണമെങ്കിൽ 88 ദിവസം വേണം. മനസ്സിലായോ മക്കളെ? മെർക്കുറി is the planet nearest to the sun. It is take 88 days to complete one rotation around the sun. Complete one round. ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ 88 ദിവസം. എന്താ ഏഞ്ചലെ? മിസ് ഇവിടെ ഭയങ്കര കാറ്റ് മഴയുവാ. ഓക്കെ, ലെഫ്റ്റ് അടിച്ചോ, യൂട്യൂബ് കണ്ടാ മതി. Then next one വീനസ്. വേറൊന്നിനെ കുറിച്ച് പറയുന്നത് എന്താ? വീനസ്. എന്താ വീനസ്? വീനസ് ഈസ് കൺസിഡർഡ് ആസ് എർത്ത് ട്വിൻ. വീനസിനെ എന്താ പറയുന്നത്? ഭൂമിയുടെ എർത്ത് ട്വിൻ എന്നാണ് അറിയപ്പെടുന്നത്. ട്വിൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്വിൻസ് നമ്മൾ പറയാറില്ലേ? എന്താ ട്വിൻസ് എന്ന് പറഞ്ഞാല്? ഇരട്ടകൾ അല്ലെ, ഇരട്ടകള്. ഇപ്പൊ വീനസ് ഈസ് നോൺ ആസ് എർത്ത് ട്വിൻ. ഭൂമിയുടെ ഇരട്ടകൾ എന്നാണ് വീനസിനെ പറയാ. കാരണം എന്താ അറിയോ? എന്തുകൊണ്ടാ? Venus is considered as Earth's twin because its size and shape are very much similar to that of Earth. ഭൂമിയെ പോലെ തന്നെയാണ് ഷേപ്പും വലിപ്പവും ഒക്കെ. വീനസിന്റെ വലിപ്പവും ഷേപ്പും ഒക്കെ ഏകദേശം ഭൂമിയുടേത് പോലെ തന്നെ ആയതുകൊണ്ട് വീനസിനെ നമ്മൾ എന്ത് പറയുന്നു? എർത്ത് ട്വിൻ എന്നറിയപ്പെടുന്നു. മനസ്സിലായോ? എർത്ത് ട്വിൻ എന്ന് അറിയപ്പെടുന്നു. അത്ര ഒന്ന് വായിച്ചു നോക്കിയാട്ടെ പെട്ടെന്ന്. ഡൗട്ട് ഇല്ലല്ലോ മക്കളെ? അപ്പൊ എന്താണ് പ്ലാനറ്റ്സ് എന്ന് മനസ്സിലായി. അടുത്ത പാരഗ്രാഫ് നോക്ക്. Till recently, August 2006, Pluto was also considered a planet. However, in a meeting of the International Astronomical Union, a decision was taken that Pluto, like other celestial bodies, and Ceres 2003, UB 313, discovered in recent past, may be called a dwarf planet. ഇത്രയും ഓർമ്മിക്കുക, 2003 ഓഗസ്റ്റ് വരെ നമ്മുടെ ഈ പ്ലാനറ്റ്സിന്റെ കൂട്ടത്തില് പ്ലൂട്ടോയും കൂടി ഉണ്ടായിരുന്നു. മനസ്സിലായോ? അതായത്
ഏതൊക്കെയാ? മെർക്കുറി, വീനസ്, എർത്ത്, മാസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ ആൻഡ് പ്ലൂട്ടോ. 9 എണ്ണം ഉണ്ടായിരുന്നു 2003 ഓഗസ്റ്റ് വരെ. സോറി 2006 ഓഗസ്റ്റ് വരെ. പക്ഷെ 2006 ഓഗസ്റ്റിലെ ഒരു അസ്ട്രോണമിക്കൽ മീറ്റിംഗിൽ വെച്ചിട്ട് പ്ലൂട്ടോനെ ഗ്രഹത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. മനസ്സിലായോ? പ്ലാനറ്റിന്റെ കൂട്ടത്തിൽ നിന്ന് പ്ലൂട്ടോനെ നീക്കം ചെയ്യപ്പെട്ടു. ഓക്കെ. മഴ, ഭയങ്കര മഴ. പറഞ്ഞോ? അത് പറയാം. ഞാൻ എന്തിനാന്ന് പറഞ്ഞുതരാം. പ്ലൂട്ടോനെ റിമൂവ് ചെയ്യാനുള്ള കാരണം മിസ് പറഞ്ഞുതരാം. വെയിറ്റ് ചെയ്യേ. കേൾക്കുന്നുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മള് പ്ലൂട്ടോനെ റിമൂവ് ചെയ്യാനുള്ള കാരണം മിസ് പറഞ്ഞുതരാം. ടിൽ റീസെന്റ് ഓഗസ്റ്റ് 2006 Pluto was also considered a planet. However, in a meeting of the International Astronomical Union, a decision was taken. പക്ഷേ പ്ലൂട്ടോ ഒരു പ്ലാനറ്റ് ആണെന്ന് പറഞ്ഞു. 2006 ഒരു ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്താ അറിയോ? എന്താ പറഞ്ഞേ? പ്ലൂട്ടോ ലൈക്ക് അതർ സെലസ്റ്റിയൽ ഒബ്ജക്ട്സ്, അതായത് മറ്റുള്ള ഒബ്ജക്ട്സ് പോലെയാണ് പ്ലൂട്ടോ. പ്ലാനറ്റിന്റെ കൂട്ടത്തിൽ പെടാൻ പറ്റില്ല. പ്ലാനറ്റ് നമ്മൾ പറഞ്ഞു, പ്ലാനറ്റ് എന്തില്ല? ഡു നോട്ട് ഹാവ് ദർ ഓൺ ഹീറ്റ് ആൻഡ് ലൈറ്റ് അല്ലേ? പ്ലാനറ്റ്സിന് അതില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പറഞ്ഞ ഇതാണ് എന്ത്? അപ്പൊ പ്ലാനറ്റ്സിന്റെ ക്യാരക്ടർ അല്ല, അല്ലെങ്കിൽ പ്ലാനറ്റ്സ് പോലെയല്ല ഏത് നമ്മുടെ പ്ലൂട്ടോ. പ്ലാനറ്റ്സിന്റെ ആ ഒരു ഗ്രൂപ്പിൽ നമുക്ക് പ്ലൂട്ടോനെ പെടുത്താൻ പറ്റാന്നിട്ട് റിമൂവ് ചെയ്യാണ് ചെയ്തത്. Then other celestial objects, Ceres 2000 UB 313 discovered in recent past may be called dwarf planets. അത് അവിടെ വെച്ചേക്ക്. നിങ്ങൾ അതൊന്നും മൈൻഡാക്കണം. നിങ്ങൾ ഇത്രയും മാത്രം പഠിക്കുക. എത്ര പഠിക്കേണ്ടത്? 9 പ്ലാനറ്റ്സ് ഉണ്ടായിരുന്നു. അതിലിപ്പോ എത്രണ്ണേ ഉള്ളൂ? 8 എണ്ണേ ഉള്ളൂ. പിന്നെ അതിൽ ഏറ്റവും നിയറസ്റ്റ് ആയത് മെർക്കുറി ആണ്. അതിന് തന്നെ 88 ദിവസം വേണം അല്ലെ? സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം എന്ന് പറയുന്നത് മെർക്കുറി ആണ്. അത് സൂര്യനെ ഒരു പ്രാവശ്യം അതിന്റെ ഓർബിറ്റിൽ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ 88 ദിവസം വേണം. 2006 ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയനിൽ നമ്മുടെ പ്ലൂട്ടോനെ റിമൂവ് ചെയ്തു. ഓക്കെ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, ദ എർത്ത്. ഇതാരാ മോളെ? ദീപേഷ് എന്ന് പറഞ്ഞൊരു ഇത് കാണുന്നത്. ദീപേഷ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. വാട്ട്സ് യുവർ നെയിം? എങ്ങനെ? ആവണി സന്തോഷ്. എന്താ മോളെ ദീപേഷ് ആരുടെ പേരാ? മാമന്റെ. പേര് മാറ്റണം കേട്ടോ. പേര് നാളെ തൊട്ട് ക്ലാസ്സിൽ കയറുമ്പോ മാറ്റാ. ഇത്രയും നേരം ക്ലാസ്സിൽ കിട്ടിയിരുന്നോ? മനസ്സിലാവുന്നുണ്ടോ ക്ലാസ്? ഇപ്പം കിട്ടിയതാണ്. ലിങ്ക് കാണണേ. നമ്മുടെ ലിങ്ക് കാണണം കേട്ടോ. ലിങ്ക് ഇപ്പൊ മിസ് അയക്കും. ലിങ്ക് കാണുക. മിസ്സിന് വോയിസ് അയക്കാം. ഓക്കെ. ദെൻ എന്തായിരുന്നു അതിലെ? ഒന്നും കേൾക്കുന്നില്ല. മഴയുണ്ടോ? ഇപ്പൊ ശരിക്കും ക്ലിയർ ഇല്ലാത്തവർ നമ്മൾ ലിങ്ക് ഇടുമ്പോ ലിങ്ക് കാണുക കേട്ടോ. ഓക്കെ. ഇപ്പൊ നമ്മൾ സോളാർ സിസ്റ്റം പറഞ്ഞു. സണ്ണ്, പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, അസ്ട്രോയിഡ്സ്, മെറ്റീരിയൽസ് ഫോം എ സോളാർ സിസ്റ്റം. Then sun is the nearest
sorry, sun is the center of the solar system. It is huge and made up of extremely hot gases. It is very far from us. It is about 150 million kilometers away from the earth. Second one is planets. There are 8 planets in the solar system. Orbit എന്താന്ന് പറഞ്ഞു? Orbit എന്താ? Or the 8 planets of the solar system move around the sun in a fixed path. That fixed path is known as orbit. പിന്നെന്താ പറഞ്ഞേ? ഇത്രയല്ലേ പറഞ്ഞത് നമ്മള്? അടുത്തത് എർത്ത്. എന്താ? ഭൂമി എന്ന് പഠിക്കണം. എന്താ മക്കളെ ഭൂമി എന്ന് പറഞ്ഞാല്? ഈ ഭൂമിയുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? Have you wondered about the interior of the earth? നിങ്ങൾ ഇതുവരെ അത്ഭുതപ്പെട്ടിട്ടുണ്ട് ഭൂമിയുടെ ഉള്ളിൽ എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട്? വാട്ടർ ആണോ? വാട്ടർ ഒന്നുമല്ല. വാട്ടർ മാത്രമൊന്നുമല്ല. എന്തായിരിക്കും? വാട്ടർ ഉണ്ടാവും, പിന്നെ കാടുണ്ടാവും, മനുഷ്യരുണ്ടാവും ഭൂമിയില്. ഇതൊക്കെ ഉണ്ടല്ലേ ഭൂമിയില്? ഓക്കെ. അപ്പൊ നോക്ക് ഇവിടെ the third nearest planet. First one Mercury, second one Venus, third one Earth. Third one Earth. But the Earth is the third nearest planet to the Sun. In size, it is the 5th largest planet. It is slightly flattened at the poles. That is why its shape is described as a geoid. Geoid means an Earth-like shape. മൂന്നാമത്തെ പ്ലാനറ്റ് ആണ് അല്ലേ? ഏത്? എർത്ത്. എർത്ത് ഈസ് ദ തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ്. ഏറ്റവും അടുത്തുള്ളത് മെർക്കുറി, അത് കഴിഞ്ഞ് വീനസ്. തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ് ഈസ് ദ എർത്ത്. Then it is the 5th largest planet. 8 പ്ലാനറ്റ്സിലെ വലിപ്പത്തിൽ 5ാം സ്ഥാനം ഏതിനുണ്ട്? നമ്മുടെ എർത്തിനുണ്ട്. എർത്ത് ഈസ് ദ 5th largest planet. Clear? I will repeat once more. Earth is the 3rd planet to the sun. It is the 5th planet, 5th largest planet. Then പിന്നെ ഒരു കാര്യം, it is slightly flattened at the poles. It is slightly flattened at the poles. അതിന്റെ പോൾസിൽ എത്തുമ്പോൾ അതിനെന്തുണ്ട്? ഒരു ഫ്ലാറ്റ് ആണ്, ചെറിയൊരു ചരിവുണ്ട്. അതുകൊണ്ട് അതിനെ എന്ത് പറയും? അതിന്റെ ഷേപ്പ് എന്താന്നാ പറയുന്നത്? ജിയോയിഡ് ഷേപ്പ്. എർത്തിന്റെ ഷേപ്പ് എന്താ മക്കളെ? Geoid. Shape of Earth is geoid. Geoid means Earth-like shape. I will repeat once more. Earth is the 3rd nearest planet. It is the 5th largest planet. Then its shape is geoid because it is slightly flattened at the poles. അതിന്റെ വശങ്ങളിലെ പോൾസിൽ എത്തുമ്പോൾ അതിനൊരു ചെറിയൊരു ചെരിവുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്ലോബ് നോക്കിക്കഴിഞ്ഞാൽ കാണും നല്ല ഇതാണോ? അതിന് ചെറിയൊരു ചെരിവില്ലേ? ആ ചെരിവുള്ളത് കൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ജിയോയിഡ് എന്ന് പറയുന്നത്. ജിയോയിഡ് ഷേപ്പ് എന്ന് പറയുന്നത്. Then, okay, your homework. Today's homework. Please draw this picture on your notebook. കണ്ടോ? ഭംഗിയായി വരക്കണം. നല്ല കളറൊക്കെ കൊടുത്ത് വരക്കാം. വെറുതെ ലൊട്ടിലുടുക്ക് വരവൊന്നും വരക്കണ്ട. നല്ല വൃത്തിക്ക് വരക്കാം. കേട്ടില്ലേ? എന്നെ പറ്റിക്കാനായിട്ട് വരയ്ക്കൊന്നും വേണ്ട. പറഞ്ഞോ എന്നാ? അപ്പൊ ഇത് ഇവിടെ ഇതേപോലെ വീനസ്, എർത്ത് അങ്ങനെയൊക്കെ എഴുതണം. വൃത്തിക്ക് എഴുതി വരക്കണം. അപ്പൊ ഈ ആസ്ട്രോയിഡ് ബെൽറ്റിന്നും ഡിസ്റ്റൻസ് ഇൻ മില്യൺ കിലോമീറ്റർ അതൊക്കെ എഴുതണോ? എഴുതണം. അപ്പൊ അതിന്റെ താഴെ ഈ മെർക്കുറി, വീനസ്, എർത്ത്, മാർസ് അതൊന്നും വേണ്ട. ആ പിക്ചറിനകത്തുള്ളത് മാത്രം. ഇത്ര ഈ ബ്ലാക്ക് തീരുന്ന അവിടെ വരെയുള്ളത് വരച്ചാൽ ഇത്രയും ഇവിടം വരെ വരച്ചാൽ. താഴോട്ടുള്ളത് വേണ്ട. ആ പിക്ചറിലുള്ള സെന്റൻസ് ഒക്കെ എഴുതി വെക്കണം അല്ലേ? പിക്ചറിലുള്ള വേർഡ്സ് ഇല്ലേ? വേർഡ്സ് ഏതൊക്കെയാ? വീനസ് 108, എർത്ത് 150, ജൂപ്പിറ്റർ 778 എന്നൊക്കെ പറഞ്ഞ് കാണില്ലേ? അതൊക്കെ വെക്കണം.
അതുപോലെ അസ്ട്രോയിഡ് ഒക്കെ വരയ്ക്കണം. താഴത്തത് എഴുതണ്ട. ഓക്കെ, any doubt anybody? Okay, so your homework is to draw the orbit അല്ലെ? ഓർബിറ്റിൽ വരയ്ക്കാൻ വേണ്ടി, ഓർബിറ്റും അതിന്റെ എന്താ പറയാ ഓരോ പ്ലാനറ്റ്സിന്റെ ഓർബിറ്റ് അത് വരയ്ക്കാനാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്ക്. അപ്പൊ എല്ലാവരും നന്നായി പഠിക്കുക, ഹോംവർക്ക് ചെയ്യുക, ടെക്സ്റ്റ് നന്നായി വായിക്കാം. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.